ഓൺലൈനിലൂടെ കത്തോലിക്ക വിശ്വാസം പ്രചരിപ്പിച്ചതിനെ ഗോഡ്സ് ഇൻഫ്ലുവൻസർ എന്ന പേര് നേടിയ കാർലോ അക്യൂട്ടിനെ വിശുദ്ധനായി പ്രഖ്യാപിച്ചു. വത്തിക്കാനിലെ സെന്റ് പീറ്റേഴ്സ് ചതുരത്തിൽ നടന്ന ചടങ്ങിൽ ലിയോ 14 മാർപ്പാപ്പയാണ് പ്രഖ്യാപനം നടത്തിയത്. ഇറ്റാലിയൻ പർവ്വതാരോഹകൻ പീറ്റർ ജോർജിയോ ഫ്രസാറ്റിനെയും വിശുദ്ധനായി പ്രഖ്യാപിച്ചു. Udinate mum mathiti. Pochi proton kathysas ψηφίζει την δαπάνην. വിവരങ്ങളുമായി അനിൽ ജോർജ് നമുക്കൊപ്പം ചേരുകയാണ്. അനിൽ, ആഗോള കത്തോലിക്ക സഭയെ സംബന്ധിച്ച് 2 വിശുദ്ധന്മാരെ കൂടി ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് സഭ. മാർപ്പാപ്പ കാർലോ അക്യൂട്ട് എനിക്ക് തോന്നുന്നു ഏറ്റവും പ്രായം കുറഞ്ഞ വിശുദ്ധനായിരിക്കും, അല്ലെ അനിൽ? തീർച്ചയായും ബിനിൽ, 2025 ജൂബിലി വർഷത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ കത്തോലിക്ക സഭയുടെ ഏറ്റവും ശ്രദ്ധേയമായ 2 പ്രഖ്യാപനങ്ങൾ, 2 പുതിയ വിശുദ്ധരെ കൂടി സഭയുടെ വിശുദ്ധരുടെ പട്ടികയിലേക്ക് ഉൾപ്പെടുത്തിയിരിക്കുന്നു. ലയോ 14 മാർപ്പാപ്പ പദവിയിൽ എത്തിയതിനു ശേഷം നടത്തിയ ആദ്യത്തെ വിശുദ്ധ പദവി പ്രഖ്യാപനം എന്ന ഒരു പ്രത്യേകത കൂടി ഇതിനുണ്ട്. ഒപ്പം തന്നെ 20 യുവാക്കളാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഒപ്പം തന്നെ 21ാം നൂറ്റാണ്ടിൽ ജനിച്ച് ജീവിച്ച് മരിച്ച ഒരാളെ കത്തോലിക്ക സഭയുടെ അൾത്താര വണക്കത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു എന്നതും ഇന്നത്തെ ഈ വിശുദ്ധ പദവി പ്രഖ്യാപനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. ആധുനിക സാങ്കേതിക വിദ്യ ഉപാധിയാക്കി ദിവ്യകാരുണ്യ ഭക്തിയുടെ പ്രചാരകനായി മാറിയ ആൾ എന്ന നിലയിലാണ്, അതായത് വിശുദ്ധ കുർബാനയെ കുറിച്ചുള്ള കത്തോലിക്ക സഭയെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആരാധനയായ കുർബാനയുടെ ഭക്തി പ്രചരിപ്പിച്ച ആൾ എന്ന നിലയിലാണ് കാർലോ അക്യൂട്ടസിനെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തുന്നത്. ബിനിൽ, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇരുവരുടെയും വിശുദ്ധ പദവി പ്രഖ്യാപനം ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിരുന്നത് ഇതിനു മുമ്പ് ലയോ 14 മുൻഗാമിയായിരുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു. അദ്ദേഹമായിരുന്നു ഇരുവരുടെയും മറ്റ് നാമകരണ നടപടികൾ, അതായത് വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തുന്നതിന് മുമ്പ് ഒരുപാട് കടമ്പകൾ കടക്കേണ്ടതുണ്ട്. അത്തരം കാര്യങ്ങളെല്ലാം കൃത്യമായ നിലയിൽ ലഘൂകരിച്ച് മുമ്പോട്ട് കൊണ്ടുവന്ന ഇരുവരുടെയും വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തുന്നതിനുള്ള നടപടിക്രമങ്ങൾ ഏതാണ്ട് പൂർണ്ണമാക്കിയിരുന്നത് ഫ്രാൻസിസ് മാർപ്പാപ്പയായിരുന്നു. ഫ്രാൻസിസ് മാർപ്പാപ്പ ഈ കാർലോ അക്യൂട്ടസിന്റെ വിശുദ്ധ പദവി പ്രഖ്യാപനം ഏതാണ്ട് പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. അതിനു മുമ്പാണ് അദ്ദേഹത്തിന് വിയോഗം സംഭവിച്ചത്. ഏതായാലും അദ്ദേഹത്തിന്റെ പിൻഗാമി അദ്ദേഹത്തിന്റെ ആഗ്രഹം പോലെ അദ്ദേഹത്തിന്റെ പിൻഗാമി ലിയോ 14 മാർപ്പാപ്പ ഇപ്പോൾ കാർലോസ് അക്യൂട്ടസ് ഉൾപ്പെടെ 2 യുവാക്കളെ അല്ലെങ്കിൽ പുതിയ തലമുറയിൽപ്പെട്ട ആളുകളെ വിശുദ്ധരായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. വിവരങ്ങൾ നൽകുകയായിരുന്നു അനിൽ ജോർജ്.